ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട പദമാണ് ജിഹാദ്. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ നഗരസഭാ കൗൺസിലർ മുൻ MLA ആയിരുന്ന ജി കാർത്തികേ എന്ന മകൻ ശ്രീ KS ശബരിമാതന്റെ ഭാര്യ IAS കാരിയായ ദിവ്യായ സയ്യർ വളരെ മനോഹരമായി ജിഹാദിന്റെ ജിഹാദിന്റെ പദാനുപദ മൊഴി വിവർത്തനം പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ അവരെ ആക്രമിച്ചവരെ അവര് പറഞ്ഞതാണ് ജിഹാദിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുക. അത് വ്യക്തിത്വത്തോടുള്ള സമരമാണ്, സ്വന്തം ശരീരത്തോടുള്ള സമരമാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഇസ്ലാമിലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ജിഹാദ് എന്ന ധർമ്മസമരം അത് അനിവാര്യമായ ഘട്ടത്തിൽ ചെറുപ്പക്കാരെ അല്ലാഹുവിന്റെ ദീൻ അപകടത്തിലേക്ക് പോകുമ്പോ ഹംസത്തുൽ ഖറാർ കൈയും കാലും വെട്ടിമുറിക്കപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റപ്പെട്ടത് മഹാനായ ഹംസത്തുൽ ഖറാറിന്റെ കുടൽമാല ചിതറിത്തെറിച്ചത് മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിടയിലേക്ക് അമ്പുകൾ കുത്തിയത് ഏത് ദീനിനു വേണ്ടിയാണോ ആ ദീൻ അപകടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെന്താ ധർമ്മസമരത്തിന് ഇറങ്ങാത്തതെന്ന് വെള്ളിയാഴ്ച ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള പള്ളിയുടെ മിഹ്റാബിൽ പ്രസംഗം നടത്തിയപ്പോ മഹാനായ അബൂ ഖുദാമത്ത് ശാമി റളിയല്ലാഹു അൻഹു വൈകുന്നേരം പള്ളിയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോ അതാ ഒരു സ്ത്രീ വന്നിട്ട് സലാം പറയുന്നു, അസ്സലാമു അലൈക്കും. അബൂ ഖുദാമത്ത് ശാമി റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറഞ്ഞില്ല. രണ്ടാമതും ആ സ്ത്രീ വിളിക്കുന്നു, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. രണ്ടാമത് സലാം പറഞ്ഞു, മറുപടി പറഞ്ഞില്ല. ഈ പുതുവത്സര പുലരിയിൽ എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് മൂന്നാമത് ചോദിക്കുന്നു, അബൂ ഖുദാമ അഹകദാ തതഅമലൂന ബിനിസായികും, ഇങ്ങനെയാണോ നിങ്ങൾ സ്ത്രീകളോട് പെരുമാറുന്നത്? നിങ്ങളുടെ മുമ്പിൽ വന്ന് രണ്ട് സലാം പറഞ്ഞിട്ട് എന്നോട് മടക്കാത്തതുണ്ട്. അഹകദാ തതഅമലൂന ബിനിസായികും, ഈ പെണ്ണുങ്ങളോട് നിങ്ങളുടെ സമൂഹത്തിലെ സ്ത്രീകളോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂ ഖുദാമത്ത് ശാമി റളിയല്ലാഹു തആല തിരിഞ്ഞു നിന്ന് ആ സഹോദരിയോട് ചോദിക്കുന്നു, പെങ്ങളെ എന്താണ് നിന്നെ ആവശ്യമെന്ന് ചോദിച്ചപ്പോ എന്റെ സഹോദരി ആ സ്ത്രീ പറയുകയാണ്, അബൂ ഖുദാമ ഇന്ന് വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടോ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ധർമ്മസമരത്തിന് ഇറങ്ങാൻ നിങ്ങൾ ആളുകളോട് പറയുമ്പോ എന്നെ പോലെയുള്ള സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ നിസ്സഹായയാണ്. ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് ദീനിനു വേണ്ടി എന്താ ചെയ്യാൻ കഴിയുക? ഈ അല്പസമയത്തിന്റെ ഉള്ളില് ഈ പാൽക്കടല പോലെ പരന്നൊടുകുന്ന പ്രിയപ്പെട്ട പരശതം ആളുകളോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന അപഹസിക്കുന്ന റീലുകളും ഫേസ്ബുക്കുകളും ലൈവുകളുമായി അല്ലാഹുവിന്റെ ദീനിനെതിരെ ഈ കുരച്ചു കൊണ്ടുവരുന്ന 1000 ആളുകളുടെ കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോ ആ സ്ത്രീയുടെ ചിന്ത ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി തരാൻ എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലാകെയുള്ളത് ഇതാണെന്ന് പറഞ്ഞ് ആ പ്രസംഗം കേട്ടിട്ടൊന്നും തരാതിരിക്കാൻ എനിക്ക് മനസ്സും വരുന്നില്ലല്ലോ. ഒരു പൊതിയെടുത്തിട്ട്, ഒരു കടലാസ് പൊതിയെടുത്തിട്ട് അബൂ ഖുദാമത്ത് ശാമി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. മഹാനായ അബൂ ഖുദാമത്ത് ശാമി റഹ്മത്തുള്ളാഹി അലൈഹി ആ പൊതിയെടുത്ത് നിവർത്തി നോക്കുമ്പോ ആ പൊതിയുടെ ഉള്ളിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ്, ആ കടലാസ് പൊതിയിലുള്ളിലും മുറിച്ചെടുത്ത കുറെ മുടികളാണ്. അബൂ ഖുദാമ, ഇതെന്റെ ശരീരത്തിന് അലങ്കാര ഭാവമായിട്ട് എന്റെ തലയിൽ രണ്ടായിട്ട് പിന്നിമടഞ്ഞിട്ട് എന്റെ തലമുടിയാ. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ നിദാനം അവളുടെ കേശാലങ്കാരമല്ലേ? ആ കേശഭംഗിക്ക് വേണ്ടി നമ്മൾ എത്ര പൈസകളാ ചെലവഴിക്കുക. നമ്മളതൊന്ന് നരച്ചു പോയാൽ, മുടിയൊന്ന് പിഴുതുപോയാൽ MSOയിൽ എവിടെയുണ്ടെന്ന് കരുതിയിട്ട് വാങ്ങിക്കുന്നവരല്ലേ നമ്മൾ. പലവിധ എണ്ണകൾ അതിനു വേണ്ടി തേക്കുന്നവരല്ലേ. ആ മുടിയങ്ങ്
എങ്ങാനും ഒന്ന് നരച്ചാലുള്ള സങ്കടം എത്രയാ. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ നിദാന ശാസ്ത്രത്തിന്റെ മാനദണ്ഡമായ രണ്ടായി തലയിൽ എണ്ണ തേച്ച് മെടഞ്ഞിട്ടിരിക്കുന്ന എന്റെ മുടി, ആ മുടി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് പറയുന്ന അബൂ ഖുദാമ, ഇതെന്റെ സുന്ദരമായ മുടിയാ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ ധർമ്മസമരം ചെയ്യാൻ പോകുമ്പോ, പടച്ചവന്റെ ദീനിനെ നിലനിർത്താൻ നിങ്ങളെ പടപൊരുതുമ്പോ, നിങ്ങളെ ചുമലിൽ കൊണ്ടുപോകുന്ന നിങ്ങളുടെ കുതിരയുണ്ടല്ലോ, ആ പടക്കളത്തിലേക്ക് പടച്ചവന്റെ ദീനിനു വേണ്ടി പോകുന്ന കുതിരയുണ്ടല്ലോ, വല്ലാദിയാതി ലബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ. യജമാനെയും ചുമലിൽ വഹിച്ചുകൊണ്ട് പടക്കളത്തിലൂടെ ഈ പൊടിമണ്ണിനെ ചവിട്ടി തെറിപ്പിച്ചിട്ട് പാഞ്ഞു പോകുന്ന കുതിരയില്ലേ, ഖുർആൻ സത്യം പറഞ്ഞ കുതിരയില്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ധർമ്മസമരം ചെയ്യുമ്പോ ആ കുതിരയുടെ മൂക്ക് കയറായിട്ട് എന്റെ ഈ മുടി ഉപയോഗിക്കണേ, ഇതല്ലാതെ തരാൻ എനിക്കൊന്നുമില്ലെന്ന് അള്ളാഹുവിന്റെ ദീൻ അപകടത്തിൽപ്പെട്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സഹാബത്തുൽ കിറാം നമുക്ക് സമ്മാനിച്ച ദീൻ അപകടത്തിലായപ്പോ ഒന്നും കൊടുക്കാനില്ലാതെ തലയിലെ മുടി മുറിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുന്ന കുതിരയുടെ കടിഞ്ഞാണാക്കാൻ പറഞ്ഞ ഉമ്മത്തിന്റെ സ്ത്രീകളിലൂടെയാണ് ഈ ദീൻ ഇവിടേക്ക് കടന്നു വന്നത്. ആനവറുകള് ആ മുടിയും വാങ്ങിച്ചുകൊണ്ട് ധർമ്മസമരത്തിന് പോകുമ്പോ, ആ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് അബൂ ഖുദാമയുടെ മുമ്പിലേക്ക് ഒരു 13 വയസ്സുകാരൻ കടന്നു വരുന്നു. ഈ പുതുവത്സര പുലരിയിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ആ 13 വയസ്സുകാരനായ പൊന്നുമോന് എന്നെ ചടിച്ചുകൂടിയ, ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൗമാരക്കാരാ, 13 വയസ്സുകാരൻ വന്നിട്ട് പറയുന്നു, അബൂ ഖുദാമ, നിങ്ങളുടെ സൈന്യത്തിൽ എന്നെയും ഒന്ന് ചേർക്കുമോ? വേണ്ട മോനെ, വേണ്ട, നിനക്ക് പ്രായമായില്ല, 13 വയസ്സേ ആയിട്ടുള്ളൂ, നിനക്ക് ടീനേജ് പോലും കഴിഞ്ഞിട്ടില്ല, എന്റെ കൂടെ വരണ്ട. വേണ്ട മഹാനവറുകളെ, ചുരുക്കി പറയട്ടെ, എനിക്ക് വളരെ നന്നായിട്ട് അമ്പെയ്ത്തറിയാവുന്ന ആളാ, എന്റെ ഉമ്മ എന്നെ അമ്പെയ്ത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം 13 വയസ്സുകാരൻ അതിൽ കൂടിയപ്പോ മഹാനായ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നിന്നെ ഞാൻ എന്റെ സൈന്യത്തിൽ ചേർക്കാം, പക്ഷേ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ട്. നമ്മൾ രണ്ടുപേരിൽ ആരാണോ യുദ്ധത്തിൽ ഷഹീദാകുന്നത്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആരാണോ ആദ്യം പോകുന്നത്, അയാൾ തന്റെ കൂട്ടുകാരന് വേണ്ടി പടച്ചവനോട് ശുപാർശ ചെയ്യണം. നിബന്ധന, കരാറ്. ഒരു വൃദ്ധനും ഒരു 13 വയസ്സുകാരനും, ഒരു വൃദ്ധനും ഒരു 13 വയസ്സുകാരനും. ചിന്തിക്കാൻ കഴിയാത്ത ചരിത്രത്തിന്റെ മുഹൂർത്തങ്ങളാണിത്. നമ്മളിൽ ആരൊരാൾ ആദ്യം ഷഹീദാകുന്നുവോ അയാള് പടച്ചവന് മുമ്പിൽ പോകുമ്പോ അള്ളാഹുവിനോട് തന്റെ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യുമെങ്കിൽ, ശുപാർശ ചെയ്യുമെങ്കിൽ, അങ്ങനെ ആവാമെന്ന് മഹാനായ അബൂ ഖുദാമത്ത് ശാമി റളിയല്ലാഹു അൻഹു പറയുമ്പോ രണ്ടുപേരും ആ പറഞ്ഞത് അംഗീകരിച്ചു. നേരെ യുദ്ധത്തിലേക്ക് പോകുന്നു. ആ 13 വയസ്സുകാരൻ യുദ്ധപ്പറമ്പിലൂടെ നടക്കുമ്പോ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറയുന്നു, അബൂ ഖുദാമ, എനിക്കൊരു അമ്പ് തരുമോ? 3 അമ്പ് എനിക്ക് തരുമോ? അബൂ ഖുദാമ പറഞ്ഞു, ഇല്ല ഇല്ല മോനെ, ഇത് കടം ചോദിക്കേണ്ട സമയമല്ല, ഇത് കടം തരേണ്ട സമയമല്ല. 13 വയസ്സാണ് മോനെ. ആ സമയത്താണ് മഹാനവറുകൾ പറയുകയാണ്, ആ പൊന്നുമോന് 3 അമ്പുകളെടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അവൻ പുറകോട്ടാഞ്ഞു വെച്ചിട്ട് 13 വയസ്സുകാരൻ വില്ലുകുലച്ചപ്പോ ആദ്യത്തെ 2 അമ്പുകളും ലക്ഷ്യത്തിലെത്തി. 3ാമത്തെ അമ്പിങ്ങനെ കുതിക്കുമ്പോ അപ്പുറത്ത് നിന്ന് പാഞ്ഞു വന്ന ഒരു അമ്പ് ആ പൊന്നുമോന്റെ നെറ്റിത്തടത്തിലേക്ക് തുളച്ചു കയറിയിട്ട് അത് മറുഭാഗത്തൂടെ പുറകിലേക്ക് വന്ന്
ആ 13 വയസ്സുള്ള പൊന്നുമോൻ മരണക്കിടക്കയിലേക്ക് പിടന്നു വീടുമ്പോ താഴെ കിടക്കുന്ന പ്രിയപ്പെട്ട 13 വയസ്സുകാരനെ തന്നെ കൈകൊണ്ട് താങ്ങിയെടുത്ത് മടിയിലേക്ക് കിടത്തിയിട്ട് ആ കുഞ്ഞുമോൻ നമുക്കൊക്കെ നാണം തോന്നുകയില്ലേ? 10-40 വർഷം ജീവിച്ചിട്ട് പരിശുദ്ധ ദീനിനെന്താ നമ്മൾ ചെയ്തത്? ആ പൊന്നുമോൻ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പം അബൂ ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മോനെ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു കരാറുണ്ടല്ലോ. ആ കരാറ് നമ്മളിൽ ഒരാളിൽ ആരാണോ ആദ്യം ഷഹീദാകുന്നത് പടച്ചവന്റെ മുമ്പിൽ പോയിട്ട് തന്റെ കൂട്ടുകാരന് വേണ്ടി ശുപാർശ ചെയ്യണം. മോനെ, നീയാണ് റബ്ബിന്റെ മുമ്പിലേക്ക് ആദ്യം പോകുന്നത്. അള്ളാന്റെ ദീനിന്റെ രണഭൂമിയിലും മസ്തിഷ്കം ചിതറിത്തെറിക്കുന്ന രീതിയിലും മരണത്തിൽ കിടന്ന് പിടയുമ്പോ ആ പൊന്നുമോനെ മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹുവിന്റെ മുമ്പിൽ അബൂ ഖുദാമത്ത് ശാമിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്തേക്കണേ. നിനക്ക് പുറകെ ഞാനും വരാൻ ശ്രമിക്കണ്ടെന്നാ വൃദ്ധൻ പറയുമ്പോ അവസാന നിമിഷം ആ 13 വയസ്സുകാരൻ ഒരു കടലാസ്, രണം നിറഞ്ഞ രക്തം നിറഞ്ഞ വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് പറഞ്ഞു, അബൂ ഖുദാമ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഉമ്മാന്റെ കയ്യിൽ ഈ കത്തൊന്ന് കൊടുത്തേക്കണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഈ കത്തൊന്ന് കൊടുത്തേക്കണേ. മഹാനായ അബൂ ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നു, മോനെ, ആ ടൈഗ്രീസിന്റെ തീരത്തുള്ള ആയിരക്കണക്കിന് ആളുകളിൽ നിങ്ങളുടെ ഉമ്മയെ ഞാൻ എങ്ങനെ തിരിച്ചറിയാനാ? എനിക്കവരെ മുൻപരിചയമില്ലല്ലോ. സഹോദര സഹോദരി, ആ 13 വയസ്സുകാരൻ മടിയിൽ കിടന്നിട്ട് ചോദിക്കുന്നു, അബൂ ഖുദാമ, നിങ്ങൾക്ക് എന്റെ ഉമ്മാനെ പരിചയമുണ്ട്, ആരെന്നറിയുമോ? പ്രസംഗം കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങി വരുമ്പോ തലയിൽ കിടന്ന മുടി മുറിച്ചിട്ട് നിങ്ങളുടെ കയ്യിലെത്തുന്ന ഒരു പെണ്ണില്ലേ, അതെന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ ഉമ്മയുടെ പൊന്നുമോനാണ് ഞാൻ. എന്റെ ഉമ്മ എന്തിനു വേണ്ടിയാണോ എന്നെ വളർത്തിയത്, ആ ആഗ്രഹം സബലീകരിച്ചെന്ന് എന്റെ ഉമ്മയോടൊന്ന് പറയണേ എന്ന് 13 വയസ്സുകാരൻ പറഞ്ഞത്. ഒരു ഉമ്മയും മകനും സഹോദരാ, എന്റെ ഉമ്മ എന്നെ വളർത്തിയത് എന്തിനു വേണ്ടിയാണോ, എന്റെ ഉമ്മയുടെ സ്വപ്നം ഞാൻ പൂർത്തീകരിച്ചെന്ന് എന്റെ ഉമ്മയോടൊന്ന് പറയണമെന്ന് മഹാനായ അബൂ ഖുദാമത്ത് ശാമി റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ അബൂ ഖുദാമത്ത് ശാമി റളിയല്ലാഹു അൻഹു 13 വയസ്സുകാരന്റെ ശരീരം കയ്യിൽ വെച്ച് പൊട്ടി കരഞ്ഞു പത്രേ. ഒന്നും കൊടുക്കാനില്ലാതിരുന്നിട്ട് തലയിലെ മുടി മുറിച്ചിട്ട് അള്ളാന്റെ ദീനിനു വേണ്ടി പായുന്ന കുതിരയുടെ കടിഞ്ഞാണ് കൊടുത്ത പെണ്ണെവിടെ? തിരിച്ചു വരണം. ആത്മീയ വിശുദ്ധിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അള്ളാഹുടെ ദീനിലേക്ക് തിരിച്ചു വരണം. 13 വയസ്സുകാരന്റെ ദീനിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുന്ന സഹോദരാ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരാണ് ഈ 13 വയസ്സുകാരൻ കൗമാരത്തിന്റെ കഥ പറഞ്ഞതെന്നറിയോ? സമയമുണ്ടെങ്കിൽ അടുത്ത ഒരു 13 വയസ്സുകാരൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആരാണ് ആ 13 വയസ്സ്? കേരളത്തിന്റെ റാപ്പ് സംഗീതം വല്ലാതെ യുവതലമുറയെ പിടിക്കുന്ന സമയം. അർത്ഥം വേണ്ട, ആശയം വേണ്ട, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചാല് അതാണ് വലുതെന്ന് പറയുന്ന ഒരു ലോകത്തിന്റെ റാപ്പ് ഗായകർ. ഒരാളെയും പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല, കാരണം അതൊരു പ്രബോധകന് അനുകരണീയമായ ശൈലിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാർ ഉദ്ഘാടനത്തിന് അവർ വരുമ്പോ അന്നത്തെ ദിവസം സ്കൂളിന്റെ രജിസ്റ്ററുകളിൽ 10ാം ക്ലാസ് മുതൽ 7 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് കുറവാണത്രേ. ഈ ആളുകളോട് അധർമ്മത്തിന്റെ കഥ പറയുന്ന റാപ്പ് ഗായകരുടെ പുറകെ നമ്മുടെ കൗമാരം കടന്നു ചെല്ലുന്ന കാലത്ത് 13 വയസ്സും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് അവരുടെ ശ്രോതാക്കൾ. എവിടെ പോയി മുസ്ലിമേ, എവിടെ പോയി മുഅ്മിനേ? മഹാനായ 13 വയസ്സുള്ള ഒരാളുടെ കഥയാ പറയാ. ബദർ യുദ്ധത്തിനു വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പോകുമ്പോ ഒരു 13 വയസ്സുകാരൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കും യുദ്ധത്തിന് വരണം നബിയെ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു
മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു നമ്മൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഈ കഴിഞ്ഞു പോയ ആയുസ്സിൽ എന്താണ് കൊടുത്തത്? 30 കഴിഞ്ഞില്ലേ, 40 കഴിഞ്ഞില്ലേ, 50 കഴിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തവരാരാണുള്ളത്? വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് പറയാൻ ഒരു ആയുസ്സുണ്ട്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് പറയാൻ ഒരു ആയുസ്സുണ്ട്. മഹാനായ കാളമ്പാടി ഉസ്താദിന് പറയാൻ ഒരു ആയുസ്സുണ്ട് ദീനിനു വേണ്ടി കൊടുത്തത്. മഹാനായ ശംസുൽ ഉലമക്ക് പറയാനുണ്ട്. മഹാനായ മുഹമ്മദ് അലി തങ്ങൾ ശിഹാബ് തങ്ങൾക്ക് പറയാനുണ്ട്. പൂക്കോയ തങ്ങൾക്ക് പറയാനുണ്ട്. ഹൈദരലി തങ്ങൾക്ക് പറയാനുണ്ട്. പടച്ചവന് മുമ്പിൽ നമ്മൾ പോയി നിൽക്കുന്ന ഒരു നേരത്ത് വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, വഖിഫൂഹും അവരെ നിർത്തവിടെ, ഇന്നഹും മസ്ഊലൂൻ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ ചെയ്തതിനെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. വഖിഫൂഹും അവരെ നിരത്തി നിർത്തവിടെയെന്ന് യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിക്കവിടെ ഇന്നഹും മസ്ഊലൂൻ ചോദ്യം തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ എന്തുണ്ട് സഹോദരാ? ആയുസ് എത്ര കഴിഞ്ഞു? എന്തുണ്ട് പറയാൻ? 13ലേക്ക് എത്തിയവരുടെ കഥ ഞാൻ പറയുന്നത്, യുവത്വത്തിൻ്റെതല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആകെ നമുക്കുള്ളതല്ല, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നന്മയിലൂടെ സഞ്ചരിക്കും മുസ്ലിമേ, നന്മയെ കണ്ടെത്തും മുഅ്മിനേ. ഈ ഇല്ലായ്മകളും വല്ലായ്മകൾക്കും അപ്പുറം അള്ളാഹു നമുക്ക് സന്തോഷം തരുന്ന ഒരു ജീവിതത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തു കൊടുത്തു നമ്മൾ? എന്തു കൊടുത്തു? നമ്മുടെ ആയുസ്സിൽ സമ്പത്ത്, ആരോഗ്യം, ആയുസ് എല്ലാം പടച്ചവന് വേണ്ടി തന്നതാണ്. അവൻ തന്നതാണ്. എന്ത് കൊടുക്കാൻ പറ്റി സഹോദര? 5 നേരത്തെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതൊന്നും അല്ലാതെ വേറെ നമ്മുടെ കയ്യിലില്ല. ഇന്നത്തെ ഒരു വർഷം അവസാനിക്കുകയാണ്. അവസാനത്തെ ദിവസം 9:45 10:30 ഇൻഷാല്ലാഹ് നമുക്ക് പിരിയാം. അതുവരെ ഇരിക്കൂല എല്ലാവരും. ഇസ്തിഗ്ഫാർ ചൊല്ലി, സലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അവസാനത്തെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും അവിടെ വരെ ഇരിക്കൂലേ? അവരിയ്ക്കുന്നുള്ളവരൊന്ന് കൈവക്കി, ഉറക്കെ ഒന്ന് കൈവക്കി, എല്ലാവരും ഒന്ന് കൈവക്ക്. മാഷാ അല്ലാഹ്. ബാക്കിയിരിക്കണവരെ കാണാൻ തന്നെ പാടില്ല. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവസാനം ഒരു വർഷം കൂടിയുമ്പോ ഒരു നന്മ ചെയ്തിട്ട് നമുക്ക് ഈ ദിവസം അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ബക്കറ്റുമായി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നു. ഈ മഹത്തായ സദസ്സിലൊരു ഭാഗമാവാൻ ഒരു സദഖ ഒരാളും ഒഴിവാകരുത്. അവസാനം പടച്ചവനെ അല്ലാഹുവേ, ഈ ബക്കറ്റിലേക്കൊരു നാണയത്തുട്ടെങ്കിലും ഇട്ടവർ എന്ന് പറയുമ്പോ ആ ദുആയിൽ നമ്മൾ ഉണ്ടാവണം. ഈ ബക്കറ്റുമായി സംഘാടകർ വരുന്നുണ്ട്, വേറെ ഒരു പിരിവില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്ത് ബിഹഖി സ്വല്ലല്ലാഹു അത് പറ്റൂല. ഞാൻ ഈ സമയമില്ലാത്തോണ്ടാണ് വഴലങ്ങനെ പോണത്. പക്ഷേ നിങ്ങൾ അതിന്റെ ഇടയിൽ പെട്ടില്ല. അധിക മനോഹര നൂറുള്ള അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ ഹസ്ബി റബ്ബി, ഞങ്ങൾക്ക് നീ മതി റബ്ബേ. ബദറിൽ ഞങ്ങൾക്ക് വിജയം തന്ന റബ്ബേ. പടച്ചവനെ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും അറിയുന്ന റബ്ബേ, ഈ ബക്കറ്റുമായി വരുന്നവരുടെ മുമ്പിൽ അധ്വാനിച്ചതിൽ നിന്നൊരൽപ്പം നിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്ന ഇവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറു പ്രദാനം ചെയ്യണേ അല്ലാഹ്.
നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ചൊല്ലുന്ന സ്വലാത്തിന്റെ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണേ റഹ്മാനേ. കടബാധ്യതകളുള്ളവർ, ഈ പാണ്ടിക്കാട് അങ്ങാടിയിൽ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർ, കടയും തുറന്നിരുന്ന് തങ്ങളുടെ അന്നം കാത്തിരിക്കുന്ന സാധുക്കളാണ്. നീ ഇവരെ കൈവിടല്ലേ അല്ലാ. ഈ സദക്ക കൊടുക്കുന്ന കൈകളെ അവസാനം വരെ മറ്റൊരാളുടെ മുമ്പിൽ നീട്ടാൻ നീ ഇടവരുത്തരുത് തമ്പുരാനെ. അവസാനം ഈ സദക്ക ചെയ്യുന്നവരെ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബദറിലും മികന്തൊരു ശോഭ നബി, ബീവി ആമിനത്തന്റെ സബി, വലതുൽ അമീനായി വന്ന നബി, ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ അങ്ങകലെ നിന്ന് ലൈവിലൂടെ കാണുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്. ഈ രാത്രി ദുആയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാക്കണേ റഹ്മാനേ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയ്, ഉറക്കാമീൻ പറയ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പോഴും നന്മയുടെ കവാടം അടഞ്ഞു പോയിട്ടില്ല എന്നതിന്റെ അടയാളമാണിത്. ഇപ്പോഴും നന്മയുടെ കവാടം അടഞ്ഞിട്ടില്ല. ഒരു പുതുവർഷ പുലരിയിൽ എത്രയോ കവാടങ്ങൾ തുറന്നു കൊടുക്കുമ്പോഴും ഈ ധാരാളം ചെറുപ്പക്കാർ, നമ്മുടെ ഈ ന്യൂ ഇയർ പ്രഭാഷണത്തിന്റെ പ്രത്യേകത കൂടുതലും യുവാക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യമായി സംസാരിക്കുന്നത്. ധാരാളം സഹോദരങ്ങൾ, സഹോദരിമാർ ഇങ്ങനെയൊക്കെ ഒത്തിരിക്കാൻ കഴിയുക. ഒരിക്കലും നന്മയും തിന്മയും സമമാവില്ല. കഴിഞ്ഞ ഒരു വർഷം ഒരു വക്കത്ത് നിസ്കരിക്കാത്തവൻ, ഒരു നോമ്പ് പിടിക്കാത്തവൻ, ഒരു സദക്ക കൊടുക്കാത്തവൻ, ഒരു നന്മയും ചെയ്യാത്തവൻ, താൻ തോന്നിയായി നടന്നവൻ, അവനും കഴിഞ്ഞ ഒരു വർഷം 5 വക്കത്ത് നിസ്കരിച്ചവൾ, നോമ്പ് പിടിച്ചവൾ, സദക്ക ചെയ്തവൾ, നന്മ ചെയ്തവൾ, കുടുംബബന്ധം ചേർത്തവൾ, സമൂഹത്തോട് സ്നേഹത്തോടെ നിന്നവർ, ഇവർ രണ്ടുപേര് സമന്മാരാകൂ? ഇല്ല. ആകൂ? ആ ഇൻഫാക്കിൽ ഹംദാനിൽ ഒരു ദിവസത്തെ ഭക്ഷണം 8 ആളുകളൊന്നാ ലിസ്റ്റ് എഴുതിയും കൊടുത്തു വിടണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അവസാനം ഇതൊരു അവസരമാണ്, നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം. ആ ബന്ധം ഹാഫിളീങ്ങളുടെ പേരിലുള്ള ബന്ധമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആദ്യം വന്നത് അബ്ദുള്ള വാളങ്ങോടൻ. വർഷത്തിൽ ഒരു ദിവസത്തേക്ക് അല്ലാഹുവേ അദ്ദേഹത്തിന്റെ റിസ്കിന് നീ ഒരു കുറവും വരുത്തല്ലേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. ഹാഫിളീങ്ങൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കുമ്പോ അതിന്റെ ബറക്കത്ത് കൊണ്ട് ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആ ഭക്ഷണം കഴിച്ച് തഹജ്ജുദിനിടുന്ന ഹാഫിളീങ്ങൾ ദുആ ചെയ്യുമ്പോ അതവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഖൈറാക്കണേ റഹ്മാനേ. അല്ലാഹു സ്വീകരിക്കട്ടെ. സമയം എന്തായി? 10 മണിയാവും. ഒരു 15 മിനിറ്റ് കൂടി സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾക്കാർക്ക് പ്രശ്നം, എനിക്കല്ലേ വരുള്ളൂ കേസ് വന്നാൽ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ ഒരു നിയമ സംവിധാനത്തോട് സഹകരിക്കുക എന്നതാണ് പ്രധാനം. നമ്മൾ സഹകരിക്കൂല. നമ്മൾ വണ്ടി പാഞ്ഞു വന്ന് ജംഗ്ഷനിൽ എത്തുമ്പോ അവിടെ നിൽക്കുന്ന പാവപ്പെട്ട പോലീസുകാരൻ കൈ കാണിക്കും. നമ്മളതിന്റെ അപ്പുറത്തൂടെ ഒരു ഹോം ഗാർഡ് കൈ കാണിച്ചാൽ എന്തിനാണ് അവർ കൈ കാണിക്കുന്നത്? എന്തിനാണ് അവിടെ നിർത്താൻ പറയുന്നത്? നമുക്ക് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ അനുസരിക്കണമെങ്കിൽ അനുസരിക്കേണ്ടത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏരിപ്പൊയിലത്ത് വേർത്തൊലിച്ച് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരനാണ്. പോലീസുകാരിൽ ഏറ്റവും കഷ്ടപ്പെടുന്നതാരാ? ട്രാഫിക് പോലീസ്. പിന്നെ ഈ പാട്ട് കേൾക്കാൻ വരുന്ന ഈ പുതിയ 13-നും 18-നും ഇടയിലുള്ള കുഞ്ഞാടുകളെ നിയന്ത്രിക്കുന്നത്.
എത്രമേൽ അഡിക്റ്റാണ് ഈ കുട്ടികൾ. എന്താ അതിനകത്തുള്ളത്? അതിന്റെ അകത്ത് ഉള്ളടക്കം എന്താണ്? നിങ്ങൾ ഈ താളം കൊള്ളുന്ന, നിങ്ങൾ ഈ ഫോളോ അപ്പ് ചെയ്യുന്ന ഇതിന്റെ പുറകിലെ ഉള്ളടക്കം എന്താണ്? ആ ഉള്ളടക്കത്തെ നിങ്ങൾക്ക് സ്വീകരിക്കുന്നു. SKSBക്ക് ഒരു ഉള്ളടക്കമുണ്ട്, അത് അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ഉള്ളടക്കമാണ്. നമ്മുടെ കൗമാരത്തിന് അത് പറ്റില്ല, നമ്മുടെ ടീനേജിന് അത് പറ്റില്ല. അതുകൊണ്ട് ഈ കേൾക്കാനത്തെ യുവാക്കളോട് കടിഞ്ഞുപോയ ആയുസ്സിനോട് വിട പറഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടി നമുക്ക് നന്മകൾ ചെയ്യണം. തിന്മയും നന്മയും ചെയ്തവൻ സമയമാകുമോ? ആവില്ല. അമ്മൻ ഹുവ ഖാനിതുൻ അനാ അല്ലൈലി സാജിദൻ വഖായിമാ യഖ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി. ഓ നബിയേ, അമ്മൻ ഹുവ ഖാനിതുൻ അനാ അല്ലൈലി സാജിദൻ വഖായിമാ. നാളെ പരലോകത്ത് കിട്ടുന്ന ശിക്ഷയെ പേടിച്ച് രാത്രിയും പകലും നിന്ന് നിസ്കരിച്ചവനും നോമ്പ് പിടിച്ചവനും തന്മകൾ ചെയ്ത് നടന്നവന് സമമാണോ നബിയേ? ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിറങ്ങിയ ആയത്താണിത്. അല്ലാഹു നമുക്ക് ഇതിനെ കുറിച്ചുള്ള ബോധം തരട്ടെ യുവാക്കളെ. ഇതൊരു വലിയ തെളിവാണ്. ഈ യുവാക്കൾക്ക് നന്മ പറഞ്ഞു കൊടുത്താൽ എവിടേക്ക് വരും? നന്മയിലേക്ക് വിളിക്കാൻ ആളില്ല, തിന്മകളിലേക്ക് വിളിക്കാനേ ആളുള്ളൂ. ഇവർക്ക് നന്മ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോ ഈ വന്നിരിക്കുന്ന യുവാക്കൾ വലിയ മുത്തക്കീങ്ങൾ പറയും, അവർക്ക് ഇത്രയും ഇവിടെ ഇത്രയും നീട്ടിയ മുടി ഉണ്ടാവും, അവരുടെ പാണ്ടിന് 8 പോക്കറ്റ് ഉണ്ടാവും, അവരുടെ ഷർട്ട് അത്രമേൽ വലുതായിരിക്കില്ല, അവരുടെ മുടികൾ നീണ്ടിട്ടുണ്ടാവും. എന്നാൽ പോലും ഉസീകും ബിശബാബി ഖൈറാ. നമ്മൾ അവരെ എഴുതിത്തള്ളാനല്ല, അവരോട് ഭീകരമായി പറയാനല്ല. ആ യുവാക്കളോട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉസീകും ബിശബാബി ഖൈറാ. ഈ സമൂഹത്തിലെ യുവാക്കളോട് നിങ്ങൾ നല്ലത് പറയണേ. മുടി നൂറ്റി വളർത്തിയതിന്റെ പേരിൽ, പാണ്ടിന് കോലം മാറിയതിന്റെ പേരിൽ, ഷർട്ടുകൾ ആഭാസമായതിന്റെ പേരിൽ അതാകാതിരിക്കാൻ യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലും അവരെ നിങ്ങൾ എഴുതി തള്ളരുതേ. ഉസീകും ബിശബാബി ഖൈറാ. അവരോട് നിങ്ങൾ എപ്പോഴും നല്ല വർത്തമാനം പറയണേ. നിസ്കരിക്കണേ കുഞ്ഞുങ്ങളെ, നോമ്പ് പിടിക്കണേ കുഞ്ഞുങ്ങളെ. ഈ ആരോഗ്യം തന്ന സമയത്ത് പടച്ചവന്റെ മുമ്പിൽ മുട്ടുകുനിക്കണേ. യൗമ യുക്ശഫു അൻ സാകിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. നാളെ ഒരു ദിവസം വരാനുണ്ട്, അന്ന് സുജൂദ് ചെയ്യാൻ നിങ്ങൾ വിളിക്കപ്പെട്ടാൽ അന്ന് നിങ്ങളുടെ മുട്ടുകൾ മടങ്ങുകയില്ല, നിങ്ങളുടെ കാലുകൾ നിവരുകയില്ല. ആ കാലം വരുന്നതിന് മുമ്പ് നിസ്കരിക്കണേ എന്നവരോട് നല്ലത് പറഞ്ഞു കൊടുക്ക്. കാരണം നമ്മുടെ യുവാക്കൾ നല്ല മാർദ്ദവമായ ഹൃദയങ്ങളുള്ളവരാ. നമ്മുടെ യുവാക്കൾ നല്ല മാർദ്ദവമുള്ള ഹൃദയമാണത്. അങ്ങനല്ലേ? നമ്മുടെ ഹൃദയത്തിന് മാർദ്ദവം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? മുടി നീട്ടി വളർത്തട്ടെ, എന്തുവാകട്ടെ, അവരെ നിങ്ങൾ നരകത്തിലാണെന്ന് പറയാനല്ല, അവരെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് നാട്ടിയോടിക്കാനല്ല. വെള്ളിയാഴ്ചകളിലെ ഖത്തീബിന്റെ പ്രസംഗം അങ്ങനെ ആവരുത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് പറയുകയാ, ഫഇന്നഹും മറക്കു ദിഫാ. ആ യുവാക്കള് നല്ല മാർദ്ദവമുള്ള ഹൃദയമുള്ളവരാ. ഇദാ ബഇന്നാ കമ്മാ ബഅഥനി അല്ലാഹു ബിൽ ഹനീഫത്തി സമഹ. അല്ലാഹു അവന്റെ ഏറ്റവും മനോഹരമായ ദീനുമായിട്ട് എന്നെ പറഞ്ഞു വിട്ടപ്പോ എന്നെ ചേർത്ത് പിടിച്ചത് അറേബ്യയിലെ യുവാക്കളാണ്. എന്നെ ഉപദ്രവിച്ചത് അവിടുത്തെ വൃദ്ധന്മാരാണ്. ഉത്തുബയും ശൈബയും എന്നെ ആട്ടിയോടിച്ചു. അബൂജഹൽ എനിക്കെതിരെ അസ്ത്രം പ്രയോഗിച്ചു. അബൂലഹബ് എന്നെ നശിച്ചു പോകാൻ എന്നെ പ്രാഗി ആട്ടിയോടിച്ചു. ഞാൻ എന്റെ ദീനുമായി മക്കയിൽ വരുമ്പോ എന്നെ ചേർത്ത് പിടിച്ചത് അവിടുത്തെ യുവാക്കളാണ്. യുവാവായ അലിയാണ്, യുവാവായ സിദ്ദീഖാണ്, യുവാവായ ഉമറാണ് റളിയല്ലാഹു അൻഹും. 37-30 വയസ്സ് പ്രായത്തിൽ നിൽക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. കരികരന്ത 30ാമത്തെ വയസ്സിലാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചത് യുവാക്കളാണ്. ഉസീകും ബിശബാബി ഖൈറാ.
യുവാക്കളോടും യുവതികളോടും നല്ലത് പറയണേ. അവര് മാർദ്ദവമുള്ള ഹൃദയമാണ്. മുടി നീട്ട് വളർത്തിയിട്ടുണ്ടാവാം, കാതില് കടുക്കനിട്ടാവാം, ഒഴിവാക്കണേ സഹോദരാ. ഒരു പുരുഷന് ആഭരണമായിട്ടിടാൻ പറ്റുമെങ്കിൽ അത് വെള്ളിയിലുണ്ടാക്കിയ മോതിരം മാത്രമാണ്. അതിനകത്ത് ചെയിന് പാടില്ല, മാല പാടില്ല. ഒരു പുരുഷൻ അനുവദനീയമായ ആഭരണം അത് വെള്ളിയാണെങ്കിലും മോതിരം മാത്രമാണ്. അല്ലാത്ത ഈ ബ്രേസ്ലെറ്റുകളും അനുവദനീയമല്ല. കാരണം എന്തെന്നറിയോ? അതൊക്കെ ഉണ്ടെങ്കിലും ഹൃദയം ഇങ്ങനെ തളിർക്കൊട്ടണം. അവരുടെ ആകൃതിയും ആകാരവും നോക്കിയിട്ട്, വസ്ത്രം നോക്കിയിട്ട് വിലയിരുത്തരുത്. ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രഭാഷകന്മാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, സുംബുല. ആ സുംബുലയിൽ ഒരു ദിവസം ഒരു പ്രബോധകനായ സുഹൃത്തിനിക്ക് പേരോർമ്മയില്ല. അദ്ദേഹം രാവിലെ അതിനകത്തൊരു നസീഹത്തുണ്ട്. ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാൻ വാണിയന്നൂരാണ്. ആദ്യം സുബഹിക്ക് തഹജ്ജുദിന്റെ നേരത്തെ അതിനകത്തൊരു നസീഹത്ത് വരും. അങ്ങനെ കേരളത്തിലെ പ്രമുഖരായ പ്രഭാഷകരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രബോധകനാണ് എഴുതിയിട്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി സഹോദരാ. അദ്ദേഹം പറയാണ്, പാതിരാത്രിയിൽ വയലും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഏതാണ്ട് ഒരു 2 മണിയോളം പുലർച്ചയോടെടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനൊരു ചായ കൊടുക്കാൻ ടൗണിലെ ഒരു കോഫിയിൽ നിന്നപ്പോ, ഇന്ന് ധാരാളം കോഫി ഷോപ്പുകളില്ലേ, പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഒരു ഫുഡ് അങ്ങാടി തന്നെയുണ്ട്. എത്രയെത്ര ടീ ഷോപ്പുകളാണ്. ടീ ടൈം, ടീ വക്കത്ത്, മമ്മൂട്ടി, ഇങ്ങനെ ധാരാളം ചായ ഷോപ്പുകൾ. ആ ചായക്കടയിൽ ഞാൻ പോയി നോക്കുമ്പോ കുറെ ചെറുപ്പക്കാര്, അതിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. 2 മണി നേരൊക്കെ അവര് ടീ സിപ്പ് ചെയ്തിട്ട് അവര് കഥ പറയുകയാണ്. പ്രണയത്തിന്റെ കഥ, കഥനത്തിന്റെ കഥ, കൗമാരത്തിന്റെ കഥ, സ്നേഹത്തിന്റെ കഥ. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, പടച്ചവനെ, പുലർച്ചെ 2 മണി എടുത്തിട്ടും ഉറക്കത്തിലേക്ക് പോകാതെ ചീയും കുടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സമയത്ത് തള്ളി നീക്കുന്ന യുവത എങ്ങനെയാണ് കൂടുതലും മുസ്ലിം ചെറുപ്പക്കാരാ, എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ദീൻ സുരക്ഷിതമാകുന്നതെന്ന് ഞാൻ ചിന്തിച്ചപ്പോ അദ്ദേഹം പറയാണ്, കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ മുടി ഇങ്ങനെ ചുമല് വരെ നീണ്ടിട്ടുണ്ട്. അവന്റെ മുഖം കണ്ടാലോ താടി ഇങ്ങനെ വല്ലാത്തൊരു ഫ്രീക്ക് സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ട്. അവന്റെ ഉടുപ്പ് കണ്ടാലോ ലോകത്തില്ലാത്ത സകല ലെറ്ററുകളും ആ ഉടുപ്പിലുണ്ട്. അവനിങ്ങനെ ഇയർഫോൺ ചെവിയിലേക്ക് വെച്ചിട്ട് സംഗീതം ആസ്വദിക്കുകയാ. പുലർച്ചെ സമയത്ത് 2 മണിക്ക് സംഗീതം കേട്ടിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ പുലരിയോടെടുത്തിട്ടും വീട്ടിൽ കയറാത്ത ഈ തലമുറയെ കുറിച്ച് ആശങ്കയോടെ നോക്കുമ്പോ അദ്ദേഹം പറയാനൊരു കുറച്ച് കഴിഞ്ഞപ്പോ ഇയർഫോൺ ചെവിയിൽ വെച്ചിട്ട് സംഗീതം കേട്ട ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. അവന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തെല്ലിയാതൊടുകുന്നു. അവന്റെ കവിളിലൂടെ കണ്ണുനീരൊടുകുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പം ജീവിതത്തിന്റെ നിരാശയിൽ അവൻ കരയുന്നതാണെന്നോ, അതല്ലെങ്കിൽ കേട്ട പാട്ട് വയലാറിന്റെ ഏതെങ്കിലും ഒരു സങ്കടത്തിന്റെ പാട്ടോ, ജീവിതത്തിന്റെ നിരർത്ഥകതയെ പറയുന്ന വയലാറിന്റെ സംഗീതമുണ്ട്. ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം, വിധിയറിയാതെ മുടന്തി നടക്കും, വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ. ജീവിതത്തിന്റെ നിരർത്ഥകതയെ പറയുന്ന വയലാറിന്റെ പാട്ട് കേട്ടിട്ടാണോ അവൻ കരയുന്നതെന്നറിയാതെ അയാൾ ഇങ്ങനെ തുടുതുടു പുലരി നേരത്തെ അവൻ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ അദ്ദേഹം പറയാൻ അടുത്ത് ചെന്ന് ഇയർഫോണിന്റെ ചെറിയ ശബ്ദത്തിൽ ആ പാട്ടൊന്ന് കേട്ടു നോക്കി. അദ്ദേഹം എഴുതുകയാണ്, ഞെട്ടിത്തെരിച്ചു പോയി. ആ ചെറുപ്പക്കാരൻ കേൾക്കുന്നതെന്നറിയോ? ഫസലു അദ്ദേഹം കേൾക്കുന്ന പാട്ട് ഹബീബായ നബി തങ്ങളെ കുറിച്ചുള്ള പാട്ടാ. സുബഹി ബാങ്കിന് നേരത്ത് പലരുമാമദീനത്ത് പച്ചക്കുബ്ബാച്ചാരി നിന്ന് അസ്സലാമൊടിയേ. ഫസലുർ റഹ്മാൻ ചണ്ടയാടിന്റെ ചണ്ടയാടിന്റെ മനോഹരമായ പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ പ്രതലങ്ങളെ പ്രതിനിധീകരിച്ച മദീനയിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന വരികളിൽ മഹ്ഫൂസ് റിഹാൻ ഫറൂഖിന്റെ മനോഹരമായ സ്വനപേടകത്തിന്റെ സ്വരരാഗസുതയിൽ സംഗീതം നൽകിയ അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുബ്ബയുടെ താഴത്ത് ചെന്ന് നിന്ന് സുബഹിയുടെ ബാങ്ക് പിടിക്കുന്നതിന് മുമ്പ് റൗദ
ഷരീഫിൽ സലാം പറയുന്ന പ്രണയത്തെ പറയുന്ന പാട്ട് കേട്ടിട്ടാണ് ആ ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി കരയുന്നത്.